Hello everyone, we shall learn the poem Lovely is Youth by Kalidasa. Mahakavi Kalidasa is a great Indian Sanskrit poet and a dramatist who probably have lived in the 3rd century AD. He occupied a distinguished place at King Vikramaditya's court in Ujjain. He had written 3 plays, Abhijnana Shakuntala, Malavikagnimitra, and Vikramoorvashiya, 2 epics, Raghuvamsha, Kumarasambhava, and 2 lyric poems, Meghaduta and Rituvamsha. Kalidasa's poetic greatness is marked by the harmony of ideas that elevates the reader into a sublime position. Abhijnana Shakuntalam is a celebrated Sanskrit drama. It tells the story of King Dushyantha's love for the maiden Shakuntala, whom he sees while on a hunting expedition. He marries her by a ceremony of mutual consent, which is known as Gandharva Vivaha, but obliged by affairs of state, Dushyantha returns to his palace, leaving her a royal ring as a pledge. Soon, a series of mishaps follow, leaving Shakuntala in grief, but eventually Dushyantha and Shakuntala are reunited. Various translations and works based on this drama are available, and J.J. Jennings' version of Shakuntala includes the following poem, which stands apart as a unique work of art. അഭിജ്ഞാന ശാകുന്തള നമുക്കെല്ലാം പരിചയമുള്ള ഒരു സംസ്കൃത നാടകമാണ്. അപ്സരസായ മേനകയുടെയും ഋഷിയായിരുന്ന വിശ്വാമിത്രന്റെയും മകളാണ് ശകുന്തള. ശകുന്തളയുടെ വളർത്തച്ഛനാണ് കണ്വ മഹർഷി ഓർ കണ്വ കശ്യപ. തപോവനത്തിൽ വേട്ടയാടാനെത്തിയ ഹസ്തിനപുരത്തിലെ രാജാവായ ദുഷ്യന്തൻ ശകുന്തളയിൽ അനുരക്തനാവുകയും ഗാന്ധർവ വിധി പ്രകാരം അപ്പോൾ തന്നെ വിവാഹിതനാവുകയും ചെയ്തു. എന്നാൽ കൊട്ടാരത്തിലെ മറ്റ് ആവശ്യങ്ങൾ കാരണം ദുഷ്യന്തന് ശകുന്തളയുടെ അച്ഛനായ താത കണ്വൻ വരുന്നതുവരെ കാത്തിരിക്കാൻ പറ്റുമായിരുന്നില്ല. അദ്ദേഹം ഉടനെ തന്നെ ശകുന്തളയെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന ഉറപ്പിൽ ഒരു മുദ്രമോതിരവും സമ്മാനിച്ച് ഹസ്തിനപുരത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഇതിനിടയിൽ കുറെ മിസ്ഹാപ്സ് സംഭവിച്ചു, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. ദുഷ്യന്തനെ തന്നെ ഓർത്തിരുന്ന ശകുന്തളയുടെ അടുത്ത് മഹാദേഷ്യക്കാരനായ ദുർവാസാവ് എത്തുകയും എന്നാൽ ശകുന്തള അത് കാണാതെ ശ്രദ്ധിക്കാതെ ആതിഥ്യ മര്യാദ കാണിക്കാതിരിക്കുകയും അതിൽ കുപിതനായ ദുർവാസാവ് നീ ആരെയാണോ ഓർത്തിരിക്കുന്നത് അയാൾ നിന്നെ മറന്നു പോകട്ടെ എന്ന് ശപിച്ചിട്ട് പോവുകയും ചെയ്തു. അതിന്റെ പരിണിത ഫലമായി ദുഷ്യന്തൻ ശകുന്തളയെ മറന്നു പോവുകയും തിരിച്ച് ശകുന്തളയെ അന്വേഷിച്ച് തപോവനത്തിലേക്ക് വരികയും ചെയ്യാതിരുന്നു. കാര്യങ്ങളെല്ലാം തൻ്റെ തപസ്സിൽ നിന്നും ധ്യാനത്തിൽ നിന്നും അറിഞ്ഞ താതകണ്വൻ ഗർഭിണിയായ തൻ്റെ മകളെ വളർത്തുമകളെ ആശ്രമവാസികളോട് ഒത്ത് ഹസ്തിനപുരത്തിലേക്ക് അയച്ചു. എന്നാൽ ശകുന്തളയുടെ ആഗ്രഹത്തിനും പ്രതീക്ഷയ്ക്കും വിപരീതമായി ഈ ശാപഗ്രസ്തനായ ദുഷ്യന്തൻ ശകുന്തളയെ ഓർത്തതേയില്ല. ദുഃഖിതയായ ശകുന്തള ദുഃഖത്തോടെ തിരിച്ചു പോന്നു. അപ്സരസുകള് ശകുന്തളയെ അവിടെ നിന്നും കൊണ്ടുപോന്നു. ശകുന്തളയ്ക്ക് സർവദമനൻ എന്നു പേരായ ഒരു പുത്രൻ ജനിക്കുന്നു. ആ സർവദമനനാണ് പിന്നീട് ഭരതൻ എന്ന പേരില് രാജാവാവുകയും ഇന്ത്യക്ക് ഭാരതം എന്ന പേരിന് കാരണക്കാരനാവുകയും ചെയ്തത് ഈ ഭരത രാജാവാണ്. വർഷങ്ങൾക്ക് ശേഷം വേട്ടയാടാൻ തപോവനത്തിലെത്തിയ ദുഷ്യന്തൻ തൻ്റെ മകനെ കാണുകയും തിരിച്ചറിയുകയും വർഷങ്ങൾക്ക് ശേഷം ശകുന്തളയും മകനും ദുഷ്യന്തനും റീയുണൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ശാകുന്തളത്തിന്റെ കഥ. ഈ പദ്യഭാഗം, ഈ പോം
Actually, it is a song sung by a page of King Dushyanta. Page means an attendant or a knight. ശകുന്തളയോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ദുഷ്യന്തനോട് ഇത് ദുഃഖിച്ചിരിക്കാനുള്ള സമയമല്ലെന്നും തനിക്ക് കിട്ടിയ ജീവിതം, തനിക്ക് കിട്ടിയ യൗവനം മാക്സിമം ഉപയോഗിക്കണമെന്നും ഇത് ഉപയോഗിക്കാതെ വേസ്റ്റാക്കി കളഞ്ഞാൽ ഉടനെ തന്നെ വാർദ്ധക്യം വരും, ജീവിതം അവസാനിക്കും, പിന്നീട് നമുക്ക് പുറകോട്ട് പോയി ജീവിതം ആസ്വദിക്കാനുള്ള ഒരു വക കിട്ടില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ 3 stanzas. I shall read the explanations given. The 3 stanzas, written in eloquent style, mark poetic beauty and describe the transience of youth and the swiftness of the passage of time. Just like daylight comes and paves way for darkness, the grandeur of youth shines and throbs with beauty, hope, and joy in our lives, but fades soon. King Dusyanta's mind is not at ease as he experiences a tumult of emotions thinking about the beauty Shakuntala. The courtiers feel pity for the young man who looks unwell and remark on his busy life as a king. They consider him a splendid king who leads a life of toil. So, it is necessary to keep apart some time for ourselves and enjoy each moment of the most beautiful phase of our life, that is, youth, for it appears and fades like a meteor in the sky. It is an aesthetic and stirring poem that celebrates the serene beauty of life and nature, motivating the young minds to introspect their lives. We come to the poem. First stanza. Lovely is youth, but quickly is it flown, as some sweet air that comes, but whence unknown. Fair is the noon, but swift the sun doth fade, and peering shadows steal and fill the glade. Our youth is lovely, our youth is beautiful, but it flies away quickly. Flown is the past participle of the verb fly. Fly, flew, flown. As some sweet air that comes, but whence unknown. Our youth is like a sweet air, a sweet wind. We do not know from where it came and from to where it has gone. Whence means from where. So, our youth is lovely. It is like a sweet wind, but we do not know from where the wind has come, and it is going to fly away quickly from us. Fair is the noon, but swift the sun doth fade, and peering shadows steal and fill the glade. The noontime or the daytime is fair, is beautiful, but swift the sun doth fade, but very fast the sun is going to fade. Night is approaching. Peering shadows steal. Night is approaching. We could see shadows. Shadows are being cast. Peering means looking with difficulty. As night approaches, as darkness approaches, we are seeing with difficulty, and this darkness fill the glade. Glade is a path in a forest. A path, a narrow path in a forest. Open passage through a wood. Noon is fair, but sun fades quickly. It casts shadows, and the darkness fills the forest and path. Or in other words, darkness fills in our life. Second stanza. Yet after eve there dawneth fairer night, when from the heavens is drawn its veil of light. Lo, after day are wider visions shown, and from the stars God's closer love is known. So youth is lovely, but very quickly it flies away. Noon is fair, our noon time of our life. ജീവിതത്തിന്റെ യൂത്താണ് നൂൺ എന്ന് പറയുന്നത്. അത് വളരെ ഭംഗിയുള്ളതാണ്. പക്ഷെ സൂര്യൻ വളരെ പെട്ടെന്ന് അസ്തമിച്ച്, നമ്മുടെ ലൈഫിന്റെ സൂര്യൻ വളരെ പെട്ടെന്ന് അസ്തമിക്കുന്നു, ഡാർക്ക്നെസ് പടരുന്നു. യെറ്റ് ആഫ്റ്റർ ഈവ് there dawneth fairer night. എന്നിരുന്നാലും ആഫ്റ്റർ ഈവനിങ്
There dawneth fairer night. Dawneth means dawns, ഉദിക്കുക. വൈകുന്നേരത്തിന് ശേഷം രാത്രി ഉണ്ടാകും. And night is fair with the beautiful stars and moon. When from the heavens is drawn its veil of light, unlike the heating sun, the light of moon is fairer. It is like a light from the heaven. When from the heavens is drawn its veil of light, lo, lo means behold, kelku, after day are wider visions shown. So it is after day we become wiser, and from the stars God's closer love is known. And by looking at the stars we understand God's love for us. ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ ഈ noon ടൈമിൽ we won't understand the value of our life. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കും, ചെറിയ ചെറിയ പരാജയങ്ങളെ ഓർത്ത് ഡിപ്രഷൻ അടിക്കും. ഇതിനുശേഷം നമ്മൾ വയസ്സിലേക്കും വാർദ്ധക്യത്തിലേക്കും കടക്കും. അത് മോശമാണെന്നല്ല പറയുന്നത്. ഡേ ടൈം സണ്ണിന്റെ ലൈറ്റ് കൊണ്ട് ഫുള്ളി ലിറ്റ് ആണെങ്കിൽ രാത്രിയും ഇരുട്ടിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രകാശങ്ങളുണ്ട്. മൂണിന്റെ പ്രകാശമുണ്ട്, സ്റ്റാറിന്റെ പ്രകാശമുണ്ട്. ആൻഡ് നൈറ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ ലവ് കുറച്ചുകൂടെ കൂടുതൽ അറിയുന്ന ഒരു സമയമാണ്. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം, നമ്മുടെ ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ കൂടുതൽ വൈസറാകുന്നത്. നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതം വേസ്റ്റ് ആക്കി കളഞ്ഞു, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ഈ ലൈഫ് എത്രമാത്രം വാല്യൂബിൾ ആയിരുന്നു, എത്രമാത്രം സ്നേഹം ദൈവം നമ്മളോട് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം എപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്? when we enter into the eve of our night, our life, or we enter into the night of our life, when we become old, when we grow old. Lovely is youth, but quickly is it gone, a meteor in the sky that falling shone. Nor all our worlds suffice to fill one night. The sum of our lives is but a meteor flight. Lovely is youth, but quickly is it gone. Our youth is lovely, but it has gone very quickly. A meteor in the sky. Our life is a meteor in the sky that falling shone. What is a meteor? Meteor എന്ന് പറയുന്നത് ഒരു ആസ്ട്രോയിഡ്, ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഓബ്ജക്റ്റ് ആണ്. ഒരു കൊള്ളിമീൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, ധൂമകേതു എന്നൊക്കെ പറയുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന. When it falls down to the earth, it is shining, but when it enters into the atmosphere, it gets disappeared. So here life is called as a meteor. ഒരു കൊള്ളിയാൻ മീനെ പോലെയാണ്, ഒരു വളരെ പെട്ടെന്ന് ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്ത് പിന്നെ ഒരു കരിക്കട്ട പോലെ ഇല്ലാതെയായി പോകുന്ന മീറ്റിയർ. ഹിയർ ദ മെറ്റഫർ ഇസ് യൂസ്ഡ് മീറ്റിയർ. ഇറ്റ് ഇസ് നോട്ട് എ സിമിലി. സിമിലി ആയിരുന്നെങ്കിൽ ലൈക്ക് എ മീറ്റിയർ എന്ന് പറയാമായിരുന്നു. ഹിയർ ഇറ്റ് ഇസ് എ മെറ്റഫർ. എ മീറ്റിയർ ഇൻ ദ സ്കൈ ദാറ്റ് falling shone. Nor are all our worlds suffice to fill one night. We saw our night is what where we become wiser, we get wider visions, and it is from the stars we understand God's love. When we understand all these things, all our worlds would not be enough to fill one night. The sum of lives is but a meteor flight. നമ്മുടെ മുഴുവനും ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു കൊള്ളിയാൻ്റെ അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് വന്ന് ഷൈൻ ചെയ്ത് ഇല്ലാതെയാകും. ഈ ജീവിതം എന്ന് പറയുന്ന, ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്ന പലരുടെ ജീവിതം, ഈ കോടാനുകോടി ആളുകൾ ജീവിച്ചു മരിച്ചിട്ടുണ്ട്. ലൈഫ് എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെ മനസ്സിലാക്കാൻ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. All our worlds would not be enough to understand its meaning. പക്ഷേ നമ്മുടെ ഈ മുഴുവനും ജീവിതവും കൂടെ എടുത്തു വെച്ചാൽ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ മീറ്റിയർ ഫ്ലൈറ്റ്. ഒരു കൊള്ളിയാൻ വരുന്നത് പോലെയേ ഉള്ളൂ. ഇത് ഷൈൻ ചെയ്യുന്ന സമയത്ത് വളരെ ബ്രൈറ്റ് ആയിട്ട് ഷൈൻ ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ അത് ഇല്ലാതെയാകും.
So this poem, Lovely is Youth, speaks about the transience of youth and the swiftness of the passage of time. It is a poem especially designed to speak to you, my dear students. നിങ്ങൾ നിങ്ങളുടെ യൂത്തിലാണ്. ആൻഡ് ദിസ് യൂത്ത് ഇസ് ട്രാൻസിയൻറ്റ്, ക്ഷണികമാണ്. വളരെ പെട്ടെന്ന് ഇത് മാഞ്ഞുപോയി വലിയ വലിയ വൈഡ് വിഷൻസും ഉത്തരവാദിത്തങ്ങളും ഒക്കെയുള്ള ഒരു ലൈഫിലേക്ക് you would enter very soon. So, we should enjoy our life at present. There is no need to think about anything. There is no need to worry about anything at present. This is the prime time of your life. You should live it to the fullest. We can compare this poem to a Western concept which is known as carpe diem. Carpe diem is a Latin term which was actually put forth by the Latin critic Horace, which means pluck the day or seize the day. ഈ ദിവസത്തെ പിടിക്കുക, ഈ ദിവസത്തെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ തീം ഉപയോഗിച്ച് there are poems written in English like Andrew Marvell's To His Coy Mistress, Robert Herrick's To the Virgins to Make Much of Time. The concept is that we should enjoy our life while we can. This is the time when you can enjoy our life. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ നമുക്ക് കാണും. പക്ഷെ ഇനി വരാൻ പോകുന്ന വലിയ വിഷമങ്ങളല്ല, വരാൻ പോകുന്ന മുന്നോട്ടുള്ള ജീവിതത്തെ വെച്ച് നോക്കുമ്പോൾ these are the brightest days of your life. So we should enjoy our life while we can. പിന്നീടാകട്ടെ എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, മറ്റു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ this is a time for enjoyment. This is a time for friendship. This is a time for love. So ഈ സമയത്ത് അത് ചെയ്തില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫിൽ അതിന് വേറൊരു സമയം ദൈവം തരില്ല. സോ അതാണ് കാർപ്പെ ഡിയം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ദിസ് ക്യാൻ ഓൾസോ ബി റിലേറ്റഡ് ടു എ പോം വിച്ച് യു ഹാവ് ലേൺഡ് ഇൻ യുവർ Sem 1, Pearls from the Deep. The poem is Chants of Humming by Rumi. In that poem also, Rumi says about the importance of living in the present. Don't panic about the things happened in the past. Don't worry about the things that is going to happen in the future. Live in the present. Carpe diem. Pluck the day or seize the day and enjoy to the fullest. Lovely is youth, but quickly is it flown, as some sweet air that comes, but whence unknown. Fair is the noon, but swift the sun doth fade, and peering shadows steal and fill the glade. Yet after eve there dawneth fairer night, when from the heavens is drawn its veil of light. Lo, after day are wider visions shown, and from the stars God's closer love is known. Lovely is youth, but quickly is it gone, a meteor in the sky that falling shone. Nor all our worlds suffice to fill one night. The sum of lives is but a meteor flight. So enjoy your youth, enjoy your life. Thank you.